ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ചിലങ്ക എന്ന് പറയുന്ന ഒരു ഡാൻസ് ഗ്രൂപ്പ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് NJ മലയാളീസിൻ്റെ. അപ്പം അവരുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ചെറുതായിട്ട് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം അനുവിൻ്റെ കൂടെയാണ് പോണത്. അനുവിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇവിടെ ഏട്ടനും വിക്കിയും ജാനൂട്ടിയും വന്നിട്ടില്ല. കാരണം ജാനൂട്ടിനെ എടുത്തിട്ട് എത്ര നേരം ഇരിക്കേണ്ടി വരും, മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ അത് ഇവിടെ എത്തി. ഈവനിങ് ഒരു 3 മണിക്ക് ശേഷമാണ് പ്രോഗ്രാമിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഹിൽസ് ബ്രോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പിന്നെ ഒരു പോട്ട്ലക്ക് ഡിന്നർ പാർട്ടിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വന്ന ഉടനെ റിസ്റ്റ് ബാൻഡൊക്കെ തരുകയാണ്. നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം കൂടിയിട്ട് അവർ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മുടെ ടീം ഒരു 5 പേരുണ്ട്. അപ്പം എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നാമ്പുറ കാഴ്ചകൾ ആദ്യം കണ്ടിട്ട് നമ്മൾക്ക് പ്രോഗ്രാമിലോട്ട് വരാം. അപ്പോൾ ഞങ്ങളിത് 5 പേരാണ്. സെൻറ്ററിൽ നിൽക്കുന്നതാണ് ജിനു ആണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ എല്ലാ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ച് തരുന്നത് ജിനു ആണ്. ഇവിടെ ജിനു കൂടാതെ അനുവിനും കൂടിയിട്ട് ഡാൻസ് ഭരതനാട്യമൊക്കെ പഠിച്ച നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുഞ്ഞിലെ മുതലൊക്കെ പഠിച്ചിട്ടുള്ള ഞങ്ങൾ 3 പേരും ഇഷ്ടം കൊണ്ട് മാത്രം ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഇത് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യൽ രാഖിയുടെ വീട്ടിലാണ്. പ്രാക്ടീസ് ചെയ്യലും അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യലൊക്കെയാണ് ഓരോ വീക്കെൻഡ് വന്നിട്ട്. പിന്നെ പാർവതി കൂടെയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ 5 പേര്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് എത്തിപ്പെട്ടത് ഒരു അപ്രതീക്ഷിതമായിട്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഗ്രൂപ്പിലെ ഡാൻസൊക്കെ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു സിനിമാറ്റിക് ഡാൻസാന്നൊക്കെ പറഞ്ഞപ്പം, സിനിമാറ്റിക് സോങ് ആണെന്ന് പറഞ്ഞപ്പം ഞാൻ ഓർത്തു സിനിമാറ്റിക് ഡാൻസ് ആണല്ലോ, അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞാണ്. പക്ഷെ അവസാനം സിനിമാറ്റിക് ഡാൻസ് തന്നെയായിരുന്നു ദേവദൂതനിലെ. പക്ഷെ ഭയങ്കര ക്ലാസിക്കൽ സോങ് ആണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം എന്താ പറയുന്നത്, ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം എന്തായാലും നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. അതുകൊണ്ട് ഡാൻസ് കാണുമ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഓരോരുത്തരുടെ ഡാൻസ് പെർഫോമൻസ് ആണ്. ഒരുപാട് പേരുണ്ട്. ഇത് NJ മലയാളീസിൻ്റെ ഈ ചിലങ്ക എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ ഡാൻസിൻ്റെയൊക്കെ കോപ്പിറൈറ്റ് കാരണം എന്തായാലും എനിക്ക് തോന്നുന്നു കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ എപ്പോഴാണ് സോങ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ജിനു ആണ് എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഈ ഒരു സെറ്റപ്പിലാക്കി നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നടക്കുന്ന ഡാൻസൊക്കെ ഞാൻ കുറച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്താൽ മതി. NJ മലയാളീസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡാൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ വളരെ കുറച്ചാണ് ഇങ്ങനെ ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പോരാത്തത് ഞാൻ തനിയെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും എല്ലാത്തിനും കൂടിയിട്ട് പറ്റണ്ടായിരുന്നില്ല. പിന്നെ അല്ലെങ്കിൽ ഏട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ എടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഫേസ്ബുക്ക് പേജ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചിലങ്ക എന്ന് പറയുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് വേദി ഉണ്ടാക്കിയത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം എല്ലാവർക്കും കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ചിലങ്ക എന്ന് പറയുന്ന ഗ്രൂപ്പ് തുടങ്ങിയത് കൊണ്ടാണ്. അതിനെന്തായാലും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡാൻസും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാമെന്ന് ഓർത്തു. പിന്നെ ഇവിടെ ചിലങ്ക എന്ന് എഴുതി ഒരു ഫോട്ടോ ബൂത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പം അടുത്ത നമ്മുടെ ഡാൻസ് വരും. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾക്ക് ലൈവായിട്ടുള്ള വോയിസിലോട്ട് പോവാം. മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ മാത്രം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ റിയൽ ഫീൽ കിട്ടില്ല. അപ്പോൾ എന്തായാലും പ്രോഗ്രാം കണ്ടിട്ട് വരാം.
dance. We would like to thank the organizers for creating such a beautiful platform to showcase our passion. ഇതാണ് അവർ നമുക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഈ പ്ലാറ്റ്ഫോം അവർക്ക് വലുതാണ്, അതുപോലെ അവരുടെ ഡാൻസ് കാണാൻ പറ്റുന്നത് നമുക്കും വലിയൊരു അനുഗ്രഹമല്ലേ. സോ ക്യാൻ വി ഓൾ വെൽക്കം them with a big round of applause, please.
അത് നോൺ വെജിറ്റേറിയൻ ആണ്. അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ എടുത്ത് കഴിക്കാൻ പോവാണ്. ഇപ്പം നോൺ വെജും വെജും രണ്ടായിട്ട് ഉണ്ട്. അപ്പം നമ്മൾക്ക് എന്തായാലും പിന്നെ വെജ് മാത്രം മതിയല്ലോ. അപ്പോൾ കഴിക്കുകയാണ്.
അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുമാണ് ഇപ്പോൾ ഈ സ്റ്റേജിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പം ഡിന്നറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോവാം. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ക്ലീനപ്പൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.